Hello everybody, എൻ്റെ പേര് ജിപ്സ. ഞാൻ IIBFലെ റീസണിംഗ് ഫാക്കൽറ്റി ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡയറക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. There are 4 main directions. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അതുപോലെ 4 secondary directions. നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്. ഇവിടെ നമ്മളൊരു പ്ലെയിൻ സർഫസിൽ ഒരു ഡയറക്ഷൻസ് മാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്വേർഡ്സിൽ വരുന്നത് നോർത്ത്, ഡൗൺവേർഡ്സിൽ വരുന്നത് സൗത്ത്, റൈറ്റിൽ വരുന്നത് ഈസ്റ്റ്, ലെഫ്റ്റിൽ വരുന്നത് വെസ്റ്റ്. അപ്പോൾ നമ്മൾ 4 മെയിൻ ഡയറക്ഷൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി 2 മെയിൻ ഡയറക്ഷൻസ് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡറി ഡയറക്ഷൻസ് 4 എണ്ണമുണ്ട്. അത് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ 45 ഡിഗ്രി ആയിരിക്കും. ഇനി ഒരു റൈറ്റ് ടേൺ അല്ലെങ്കിൽ ഒരു റൈറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസിലുള്ള ഡയറക്ഷനാണ് അല്ലെങ്കിൽ ക്ലോക്ക് വൈസിലുള്ള ടേൺ ആണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെൻ്റ് ആണ്. ഇനി നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അജിത് walks 10 kilometers towards north. From there, he walks 6 kilometers towards south. He turns left and walks 3 kilometers. At what distance is Ajit from the original position? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അജിത്ത് നോർത്തിലേക്ക് 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തു, പിന്നീട് സൗത്തിലേക്ക് 6 കിലോമീറ്റർ ട്രാവൽ ചെയ്തു, ഈസ്റ്റിലേക്ക് 3 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ പുള്ളി ഇപ്പോഴത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റിൽ നിന്ന് എത്ര മീറ്റർ അകലത്തിലാണ് അല്ലെങ്കിൽ എത്ര ദൂരത്തിലാണ്? അപ്പോൾ നമ്മളിത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ പറയുന്ന ഡയറക്ഷൻസ് എല്ലാം നമ്മൾ നമ്മുടെ പ്ലെയിൻ പേപ്പറിൽ വരയ്ക്കുക. അപ്പോൾ അജിത്ത് 10 കിലോമീറ്റർ നോർത്തിലേക്ക് ട്രാവൽ ചെയ്തു. ഫ്രം ദെയർ, അവിടെ നിന്നും 6 കിലോമീറ്റർ സൗത്തിലേക്ക് ട്രാവൽ ചെയ്തു. സൗത്തിൽ നിന്നും ഹി ടേൺസ് ലെഫ്റ്റ്, സൗത്തിൽ നിന്ന് ഫേസ് ചെയ്ത ഒരാളുടെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റാണ്. ഈസ്റ്റിലേക്ക് അദ്ദേഹം 3 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ഇപ്പോൾ നോക്കിക്കേ, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ജോമെട്രിക്കൽ ഷേപ്പിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഏതാണത്? റൈറ്റ് ആംഗിൾ. അപ്പോൾ ആ റൈറ്റ് ആംഗിൾ നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 2 സൈഡ്സ് നമുക്കറിയാം, അതർ സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു റൈറ്റ് ആംഗിളിൻ്റെ ഹൈപ്പോട്ടനീസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അവിടെയാണ് നമ്മൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്യുന്നത്. പൈതഗോറസ് തിയറം എന്ന് വെച്ചാൽ ഹൈപ്പോട്ടനീസിൻ്റെ സ്ക്വയർ ഈക്വൽസ് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദി അതർ സൈഡ്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് പോയിന്റ് AD ആണ്. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും തമ്മിലുള്ള ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ഷേപ്പിലെ ഹൈപ്പോട്ടന്യൂസ് ADയുടെ സ്ക്വയർ ഈക്വൽസ് ACയുടെ സ്ക്വയർ പ്ലസ് CD സ്ക്വയർ. AC എന്ന് പറഞ്ഞാൽ 10 - 6 4, 4ൻ്റെ സ്ക്വയർ പ്ലസ് CD 3 കിലോമീറ്റർ 3യുടെ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ √25 എന്ന് കിട്ടും. അപ്പോൾ ADയുടെ സ്ക്വയർ ആകുമ്പോൾ √25 AD ഈക്വൽസ് 5 കിലോമീറ്റർ. അപ്പോൾ അജിത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരത്തിലാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് അജിത്ത് വിത്ത് റെഫറൻസ് ടു ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്? അജിത്ത് ഇപ്പോൾ നിൽക്കുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റിനെ ബേസ് ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനിലാണ്? അപ്പോൾ അജിത്ത് ഇപ്പോൾ നിൽക്കുന്ന പൊസിഷൻ, സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ ബേസ് ചെയ്ത് അജിത്ത് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് നമുക്കത് ക്ലിയർലി നമുക്കത് മനസ്സിലാവും. അജിത്ത് ഇപ്പോൾ നിൽക്കുന്നത് നോർത്ത് ഈസ്റ്റിലാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിനെ ബേസ് ചെയ്യുമ്പോൾ കറണ്ട് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലാണ്. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഇന്നത്തെ ടോപ്പിക് വൈൻഡപ്പ് ചെയ്യാൻ കൂടുതൽ ക്വസ്റ്റ്യൻസും പുതിയ ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും